നമസ്കാരം. സംസ്ഥാനത്തെ ഇലക്ഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു. റിസൾട്ട് എന്തുമാകട്ടെ, നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിച്ചാൽ മതി. അത് ഏത് സർക്കാർ വന്നാലും ആ രീതിയിൽ തന്നെ തുടരുകയും വേണം, അല്ലെങ്കിൽ വർദ്ധിപ്പിച്ച് തുടരുകയും വേണം. ഇതിൽ നമ്മൾ കാത്തിരുന്ന ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം അടുത്ത ദിവസം മുതൽ ആരംഭിക്കുകയാണ്. ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് 1000 കോടി രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ ഇതിനുവേണ്ടി അനുവദിച്ചു കഴിഞ്ഞു. അതായത് നമുക്ക് ഓരോരുത്തർക്കും 2000 രൂപ വീതമാണ് ലഭിക്കുക. അതായത് നവംബർ മാസം മുതലാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുക ആയിട്ടുള്ള 2000 രൂപയുടെ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. ഈ പ്രാവശ്യം വിതരണം നേരത്തെ ആക്കുന്നതിന്റെ പിന്നിൽ ആഘോഷങ്ങൾ അനുബന്ധിച്ചിട്ടാണ്. അതായത് ക്രിസ്മസ്, പുതുവത്സരം എല്ലാം പ്രമാണിച്ചാണ് ഇപ്പോൾ ഈ വിതരണം നേരത്തെ ആക്കുന്നത്. കാരണം ആഘോഷ ദിവസങ്ങൾ ഒരുപാട് ചിലവുകൾ അല്ലെങ്കിൽ ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചാണ് ഈ ഒരു വിതരണം നേരത്തെ ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. 63 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഈ പെൻഷൻ കൈപ്പറ്റുന്നത്. വാർദ്ധക്യകാല പെൻഷനുണ്ട്, വിധവാ പെൻഷനുണ്ട്, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങളും, ഭിന്നശേഷി നേരിടുന്ന വ്യക്തികൾക്കുള്ള ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളി പെൻഷൻ, സംസ്ഥാനത്ത് വിവിധ ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്ന വ്യക്തികൾ, അവർക്കെല്ലാം തന്നെയാണ് ഈ പെൻഷൻ വിതരണം. 2000 രൂപയുടെ വിതരണം തിങ്കളാഴ്ച മുതൽ നടക്കുന്നത്. 63 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണമാണ് തിങ്കളാഴ്ച മുതൽ നടക്കുക. കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ടൊരു അറിയിപ്പ് നൽകിയിരുന്നു. അതായത് വിതരണം തിങ്കളാഴ്ച എന്ന് പറയുന്നുണ്ടെങ്കിലും അന്ന് തന്നെ എല്ലാവർക്കും ആ തുക എത്തിച്ചേരണമെന്നില്ല. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലും ഇത്തരത്തിൽ തുക കൃത്യമായ രീതിയിൽ വിതരണം നടക്കാതെ തടസ്സങ്ങളൊക്കെ തന്നെ നേരിട്ടിട്ടുണ്ട്. ചില മാസങ്ങളിലൊക്കെ അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. വിതരണം പ്രോസസ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തുമെങ്കിലും ചില സാങ്കേതികപരമായിട്ടുള്ള പിഴവുകൾ അതുമൂലമോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഫണ്ട് അത് എത്താത്തത് മൂലമോ ചിലപ്പോൾ 12 ദിവസമൊക്കെ വൈകിയൊക്കെയാണ് ഇതിന്റെ വിതരണം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. എന്നാൽ അടുത്ത ആഴ്ചയിൽ തന്നെ വിതരണം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ആഘോഷ ദിവസങ്ങളൊക്കെ തന്നെ വരികയാണ്. മാത്രമല്ല ക്രിസ്മസ്, പുതുവത്സരങ്ങളൊക്കെ തന്നെ വരികയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടിലേക്കും ഈ വർദ്ധിപ്പിച്ചു തരുന്ന സഹായം അത് 2000 രൂപ എത്രയും വേഗം എത്തിക്കാനുള്ള ക്രമീകരണങ്ങളാണ് സർക്കാർ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമവും കഴിഞ്ഞ ആഴ്ചയിൽ 2 ഗഡുക്കൾ വിതരണം നടത്തുകയുണ്ടായി. അതായത് 3200 രൂപയോളം കുടിശ്ശിക നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇനി 15-ാം തീയതി മുതൽ മറ്റ് പെൻഷൻകാരോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ വാങ്ങുന്നവർക്കും ആനുകൂല്യം തീർച്ചയായിട്ടും അതിന്റെ വിതരണവും ആരംഭിച്ചിരിക്കുകയാണ്. ഇനി സർക്കാരിന്റെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവർ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് ഉണ്ട്. ഇവിടെ നമ്മുടെ പെൻഷൻ ഐഡിയോ ആധാർ നമ്പറോ കൊടുത്തു കഴിഞ്ഞാൽ പെൻഷൻ സ്റ്റേറ്റസ് പരിശോധിക്കാവുന്നതാണ്. അതായത് ചിലർക്കൊക്കെ തുക ലഭിച്ചിട്ടില്ല എന്നും അതോടെ തന്നെ ചിലർക്ക് തുക കുറഞ്ഞാണ് വരുന്നത് എന്നൊക്കെയുള്ള പരാതികൾ പറയുന്നുണ്ട്. അത്തരം പരാതികൾ നമ്മുടെ കമന്റ് ബോക്സിലും കാണാനിടയായി. അതുകൊണ്ട് തന്നെ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റേറ്റസ് പരിശോധിക്കുക. എന്തെങ്കിലും കാരണവശാൽ തുകയിൽ തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാരണത്താലാണ്, അല്ലെങ്കിൽ തുക എത്തിയിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ ഇവിടെ സംവിധാനങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ഓരോരുത്തർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും ഈ വിവരങ്ങൾ അറിയണമെന്നില്ല. അതുപോലെ തന്നെ ഈ വിതരണത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്ന വ്യക്തികളിലേക്കും കൃത്യമായിട്ടൊന്ന് എത്തിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഇപ്പോൾ BPI റേഷൻ കാർഡ്, അതായത് PH പിങ്ക് റേഷൻ കാർഡിൽ നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നീല വെള്ള കാർഡ് ഉടമകളിൽ നിന്ന് പിങ്ക് റേഷൻ കാർഡുകളിലേക്ക് മാറാനുള്ളവരുടെ അപേക്ഷ ക്ഷണിച്ചപ്പോൾ അപേക്ഷ കുറവായതിനാൽ തന്നെ അപേക്ഷ ഭൂരിഭാഗം ആളുകൾക്കും കാർഡ് ലഭിക്കുകയും ചെയ്തിരുന്നു. പിങ്ക് റേഷൻ കാർഡിൽ വളരെയധികം ഒഴിവ് നികത്താനാകാതെ ഇപ്പോൾ ഉള്ളതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ മുൻഗണന BPI കാർഡിന്റെ സംസ്ഥാനത്തിന് അനുവദിച്ചിരിക്കുന്ന എണ്ണം കുറയ്ക്കുമോ എന്നുള്ള സംശയം വന്നതിന്റെ സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും പിങ്ക് റേഷൻ കാർഡുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിന് അർഹതയുള്ള നീല റേഷൻ കാർഡ് ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഓൺലൈനായിട്ട് ഈ ഡിസംബർ മാസം 17-ാം തീയതി വരെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഇനി നിങ്ങൾക്ക് സ്വന്തമായി അപേക്ഷ നൽകാവുന്നതാണ്. പിങ്ക് റേഷൻ കാർഡ് ലഭിച്ചാൽ നമുക്കറിയാം കൂടുതൽ റേഷൻ വിഹിതവും അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ വിവിധ ആനുകൂല്യങ്ങൾ, ധനസഹായങ്ങളൊക്കെ തന്നെ ലഭിക്കാൻ സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ അർഹതയുള്ളവർ ഡിസംബർ മാസം 16-ാം തീയതിക്ക് മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വീടുകൾക്ക് മുകളിൽ നിർമ്മിക്കുന്ന പ്രത്യേക മേൽക്കൂരകളുടെ അതായത് ടെറസ് വർക്കുകളുടേക്ക് തന്നെ ഉയരത്തിൽ അളവ് അനുവദിക്കാൻ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ഭേദഗതി തയ്യാറാക്കിയിരിക്കുകയാണ്. ടെറസിൽ നിന്നും ഷീറ്റിലേക്കുള്ള ഉയരം 2 മുതൽ 4 മീറ്ററിൽ കൂടരുതെന്ന നിബന്ധനയോടെയാണ് 3 നില വരെയുള്ള വീടുകൾക്കാണ് ഇളവ്. ഇതിന് പ്രത്യേക ഫീസോ അനുമതിയോ വേണ്ടി വരില്ല. നിലവിൽ ടെറസിലെ പാരപ്പുറ്റിനും മേൽക്കൂരയ്ക്കും 1.20 മീറ്റർ ഉയരമാണ് ചട്ടത്തിലുള്ളത്. ലോറസ് അല്ലാത്ത കെട്ടിടങ്ങൾക്ക് നിർമ്മാണ പെർമിറ്റ് അനുവദിക്കാനുള്ള സ്ഥല പരിശോധനയും ഒഴിവാകും. സ്മാർട്ടിലെ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിശദാംശങ്ങൾ പരിശോധിച്ച് കൃത്യത ഉറപ്പാക്കി അനുമതി നൽകാനാണ് വ്യവസ്ഥ ചെയ്യുക. കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതി സഹായമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ധനസഹായം നമ്മുടെ വീടുകൾ ലഭിക്കുന്നുണ്ടോ? 100% കേന്ദ്ര ഫണ്ട് ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത്. 6000 പ്രതിവർഷം, അത് 3 ഇൻസ്റ്റാൾമെന്റുകളായി, അതായത് 2000 വീതം 4 മാസ ഇടവേളകൾ ലഭിക്കുന്ന ക്ഷേമ പദ്ധതി. ഈ ഒരു പദ്ധതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് അയോഗ്യതയുള്ളവരുടെ കൃത്യമായിട്ട് ലിസ്റ്റ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നു. ഏകദേശം 64,000 മുകളിൽ വരുന്ന ഗുണഭോക്താക്കളാണ് ഈ ഒരു അനർഹരായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ പക്കലും ഇത്തരത്തിൽ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപേക്ഷ വച്ച സമയത്ത് കാണിച്ചിട്ടുള്ള കൃത്രിമത്വം അതായിരിക്കും ഒരുപക്ഷെ നമുക്ക് വിനയായി മാറുന്നത്. 21 ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ് വിതരണം നടത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് ഏകദേശം 42,000 രൂപയോളം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സഹായം തിരിച്ചടയ്ക്കേണ്ടി വരും. ഇനി തിരിച്ചടയ്ക്കാൻ ശേഷിയില്ലാതെ വരുന്നത് റിവേഴ്സ് റിക്കവറി എന്ന് പറയുന്ന മറ്റൊരു നടപടിയായിരിക്കും നമ്മൾ നേരിടേണ്ടി വരിക. അതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധിയിലുള്ള കർഷകർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തികച്ചും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇതുപോലുള്ള ഡെയിലി അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. തുടർന്ന് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അടുത്ത പുതിയ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും താങ്ക്